ഫ്രണ്ട്സ്, ദീപയുടെ വീട്ടിലോട്ട് ഞാൻ പോവാ. അപ്പം ഞാൻ ഇന്നേ പോയിട്ട് അവളെ വിളിക്കാൻ പോവാം. വിളിക്കാനല്ല, അവൾക്ക് അറിയത്തില്ല ഞാനിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഇപ്പം വർക്കിന്റെ ടെൻഷൻ അടിച്ച് പൊണ്ടോറ് തുടങ്ങി പല്ലു പോലും എന്തൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറി ചെല്ലാം. ഫ്രണ്ട്സ്, ഞാനിപ്പം ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ട് വണ്ടി എൻ്റെ എടുത്തിട്ട്. ഇപ്പോൾ പൂച്ചയൊക്കെ കയറിയിട്ട് ഇതുണ്ടോ, എല്ലായിടും പൊളിച്ചു വെച്ചിട്ട് അച്ഛൻ സ്റ്റിക്കർ അടിച്ച് വെച്ചേക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ആദ്യം എടുക്കാം, കാരണം ഇപ്പോൾ ഒരിടം വരെ പോകണം. അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിൻ്റെ അടുത്ത്, 6 മാസം ഒരു 5 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഇങ്ങനെ മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ബാ. രണ്ടുപേരെടുക്കാൻ പറ്റത്തില്ല. കരയല്ലേ മീനു? കൂടെ പോക്കോട്ടെ. പട്ടികൾ പറയാതെ സന്തോഷം കണ്ടോ? പാമ്പുണ്ടോ നോക്ക്, പുറകെ പാമ്പും കാണും. ഓക്കെ, ചെലന്തി ഒന്നും ചാടല്ലേ. അതിനകത്ത് ചെലന്തിയൊക്കെ വരുമോ എന്തോ. ഗിയറൊക്കെ ടൈറ്റായി ഫ്രണ്ട്സ്. ഇത്രയും നാൾ കടന്നിട്ട് ഇതുണ്ട്, ഗിയർ ടൈറ്റായി. ടൈറ്റല്ല, സ്റ്റക്കാണ്. എവിടെ ഇടുന്നോ അവിടെ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ പാടില്ല ശരിക്കും. ഇതല്ല വേണ്ട, ന്യൂട്രൽ റെസ്പോൺസ് ഇല്ല. പിന്നെ സർവീസിന് എടുക്കുമ്പോൾ റെഡിയാക്കണം. ശരിക്കും നാട്ടിൽ വന്നിട്ട് ഇതിപ്പോൾ അത് ഏകദേശം 5 മാസമായിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം ലാസ്റ്റ് ഫെബ്രുവരിയിൽ എടുത്തത്. പിന്നെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് വണ്ടി കയറുമ്പോൾ ശരിക്കും ഒരു അടിപൊളി റൈഡ് പോകാൻ തോന്നും. പക്ഷേ ക്വാറന്റൈൻ കഴിയാത്തത് കൊണ്ടും ഹോം ക്വാറന്റൈൻ ആയതുകൊണ്ടും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ എന്നാ മെനു ഒന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം വരാം കേട്ടോ, പുറത്തോട്ട് വരാവേ. അതുകൊണ്ട് ഇനി ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് വേണം വണ്ടി ഓടിക്കാൻ. പക്ഷെ എന്നാലും വണ്ടിയിൽ കയറി നമുക്ക് അടിപൊളി പാട്ടൊക്കെ ഇടാം, ഇല്ലേ മിനു? ഏതൊക്കെ മീനിന്റെ പേരറിയാം മീനിന്? ഇതിലേതാ ഗോൾഡ് ഫിഷ്? അയ്യോ, ഇതല്ലേ? അപ്പം നമുക്ക് ബാക്കി ആദ്യം വല്ല മീനെ കാണാം അല്ലേ? ഇതിനകത്ത് ഒത്തിരി ഉണ്ടല്ലേ? അയ്യോ, മീനു ഇതേ മീനെ നോക്കിയേ. ഫ്രണ്ട്സ്, ഞാനൊന്ന് കൈയിടുവാന്നേ ഇതിനകത്തെ. വാ, ഫ്രണ്ട്സ്, അവിടെ ഞങ്ങൾ മീനെല്ലാം കൂടെ നമ്മുടെ അളിയൻ്റെ പരിപാടിയാണ്. മീനെല്ലാം കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇത്രയും നേരം കണ്ടു. ഇവിടെ പിന്നെ മീനിൻ്റെ ഫുഡ് കൾച്ചർ ചെയ്യുന്നുണ്ട്, മൊയ്ന കൾച്ചറിങ് ഒക്കെ ഇല്ല. കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പഠിച്ചിട്ട് നിങ്ങളടുത്ത് പറയാം. ഓക്കെ, ഇനിയും നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുത്തിയെ വിളിക്കാൻ പോകാനുണ്ട്, ദീപ. ഫ്രണ്ട്സ്, ദീപയുടെ വീട്ടിലോട്ട് ഞാൻ പോവാ. അവള് ക്വാറന്റൈൻ കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞേ. അപ്പോൾ ജസ്റ്റ് നാളെ കഴിയും. അപ്പോൾ ഞാൻ ഇന്നേ പോയിട്ട്
അവളെ വിളിക്കാൻ പോവാം. വിളിക്കാനല്ല, അവൾക്ക് അറിയത്തില്ല ഞാനിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഇപ്പം വർക്കിൻ്റെ ടെൻഷൻ അടിച്ച് പൊണ്ടോറ് തുടങ്ങി പല്ലു പോലും എന്തൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറി ചെല്ലാം. ഇതെന്തോടി വർക്ക് ചെയ്യുന്നതിനടുത്ത് പഴം പുഴുങ്ങിയത്. സാരമില്ല. ഞാൻ വന്നപ്പോ അമ്മ കണ്ടില്ലായിരുന്നില്ലയോ? ഞാൻ വെച്ച് കണ്ടു വേണമായിരിക്കും. അതാ സാരമില്ല. എനിക്കറിയാം നീ പണ്ടാറ് തുടങ്ങി പണിയെടുത്തോണ്ടിരിക്കുകയെന്ന്. ഞഞ്ഞായി. ഇതാ കമ്പനി കാണുന്നുണ്ടെങ്കിൽ ഇതാ വർക്കറ്റ് പോകാം. ഇതേ പഴം, പുഴുങ്ങിയ പഴം. ഇതെന്താ ചിക്കൻ കറിയോ? അതാ ഫ്രണ്ട്സ്, ഇവളെ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ വന്ന് കയറി. എന്തായാലും ഇന്ന് ഈ സമയത്ത് വന്ന് കയറുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം എന്തായാലും ഞെട്ടി. ജെനുവിനായിട്ടുള്ള ഞെട്ടലായിരുന്നു അത്. പക്ഷെ ഞെട്ടിയത് എന്നെ കണ്ടിട്ടല്ല, ക്യാമറ പ്ലസ് ഇവളുടെ മറ്റേ ജെനുവിൻ കോലം ഉണ്ടല്ലോ, ആ കോല കണ്ടുള്ളതുകൊണ്ടാണ് ശരിക്കും ഇവിടെ ഞെട്ടിയത്. അല്ലാതെ എന്നെ കണ്ടതിന്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് അല്ലേ. പ്ലസ് ക്യാമറയുടെ കൂടെ അവളുടെ ആ കോലം കൂടെ ആയപ്പോഴത്തേനും അവള് പകച്ചു പോയി. ഇതാണല്ലോ ഇനി കാണാൻ പോകുന്നതെന്നുള്ള കേട്ടിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് നാട്ടിൽ 4-ാം തീയതി വന്നെങ്കിൽ ഇത്രയും ഗ്യാപ്പായിട്ടാണ് ഇവളെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം. രാവിലെ വണ്ടി എടുത്തിട്ട് മുതൽ മീനിന്റെ വിശേഷങ്ങളും എല്ലാം കണ്ട് ഇപ്പൊ ഇവിടെ വരെ ആയി. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കല്ലേടി. അപ്പൊ അടുത്ത ദിവസം മുതൽ ചിലപ്പോ ഇവളും കൂടെ കാണുമായിരിക്കും. നമുക്ക് നോക്കാം അടുത്ത ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. അല്ല അതല്ല, ഞാൻ ഉദ്ദേശിച്ച മീൻ പിടിക്കാൻ പോകുമ്പോ ഇവള് വരത്തില്ലല്ലോ എന്നാണ് കേട്ടോ. അപ്പൊ ഇനി എന്താ പറയാനുള്ളേ? ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. പണി എവിടെ വരെ? കൊട്ടപ്പണിയാ, ടെൻഷനുള്ള പണി അടിച്ചിരിക്കുക. അതുകൊണ്ടാണ് ശരിക്കും ടെൻഷൻ അടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാതിരുന്ന് പണി ചെയ്തോണ്ട്. പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞ പിന്നാണെങ്കിൽ അതൊരു ശരിയൊരു ഒരു സന്തോഷമായി കേട്ടോ. കണ്ടപ്പോ ടെൻഷൻ മാറിയിട്ട് പണിയെടുക്കുന്നത്. ഇത് എനിക്കൊന്ന് ഇവളുടെ 2-3 കൂട്ടുകാരികളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാകും ഈ ഒരു ഡീപ്പായിട്ടുള്ള ഫീലിങ്. ആ ഒരു ടെൻഷൻ മാറിയിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും ടെൻഷന്റെ പുറത്തും ടെൻഷൻ ഇല്ലാതെ ഞാനും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.